ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ കോഓർഡിനേഷൻ കോമ്പൗണ്ടുകളെക്കുറിച്ചുള്ള പഠനത്തിലാണ്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി നമ്മൾ കോഓർഡിനേഷൻ നമ്പറിനെ കുറിച്ചുള്ള ഒരു പ്രിലിം, അതിനെക്കുറിച്ചുള്ള ഒരു ഇൻട്രോ നമ്മൾ കണ്ടു. ഇപ്പോൾ കോഓർഡിനേഷൻ കോമ്പൗണ്ടുകൾ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലെന്നും ഏത് കോഓർഡിനേഷൻ കോമ്പൗണ്ടുകളെ നിൻ്റെ കയ്യിലോട്ട് കിട്ടിയാലും നിനക്ക് പേരെഴുതാൻ അറിയാം. ഈ ഒരു പരിചയം കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ വെർണർ പറഞ്ഞ അവസാനത്തെ പോയിൻ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകും. വെർണേഴ്സ് തിയറിയിലെ അവസാനത്തെ 4ാമത്തെ പോയിൻ്റ് നിങ്ങൾ നോക്കിക്കേ. ബാക്കി 3 നമ്മൾ ഓൾറെഡി കണ്ടു. ചുമ്മാ ഒരു രസത്തിന് ഞാനൊന്നും കൂടെ പറഞ്ഞു പൊക്കോട്ടെ. വെർണേഴ്സ് തിയറിയുടെ, അത് ഞാൻ പറയാൻ കാരണം ആ തിയറി ഇമ്പോർട്ടൻ്റാണ്. വെർണേഴ്സ് തിയറിയുടെ 1ാമത്തെ പോയിൻ്റ് എന്തായിരുന്നു? മെറ്റൽ ആറ്റങ്ങൾക്ക് 2 തരം വാലൻസി ഉണ്ട്, പ്രൈമറിയും സെക്കൻഡറിയും. ഇപ്പോൾ നമ്മളത് കണ്ടു കഴിഞ്ഞു. പ്രൈമറി വാലൻസിയാണ് കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ അകത്തെ മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സെക്കൻഡറി വാലൻസിയാണ് കോർഡിനേഷൻ കോമ്പൗണ്ടിലെ ഓക്സിഡേഷൻ നമ്പർ. നമ്മളതിപ്പോൾ കണ്ടു കഴിഞ്ഞു. 2ാമത്തെ പോയിൻ്റ് എന്താ അദ്ദേഹം പറഞ്ഞേ? പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ ആർക്ക് മാത്രമേ പറ്റൂ? നെഗറ്റീവ് ചാർജുള്ള ലിഗാൻഡുകൾക്കേ പറ്റൂ. നമ്മളത് കണ്ടല്ലോ. ഒരു മെറ്റലിൻ്റെ പോസിറ്റീവ് ചാർജിനെ അവിടെ ഒരു ന്യൂട്രൽ ലിഗാൻഡ് ഉണ്ട് എന്നതുകൊണ്ട് മെറ്റലിൻ്റെ ഓക്സിഡേഷൻ നമ്പർ മാറുന്നുണ്ടോ? ഇല്ല. ഓക്സിഡേഷൻ നമ്പർ 2 ആണെങ്കിൽ ആ 2 മാറണമെങ്കിൽ മൈനസ് ചാർജ് ഉള്ള 2 മൈനസ് ചാർജ് അവിടെ വന്നാലേ പറ്റുള്ളൂ. അപ്പോൾ നെഗറ്റീവ് ചാർജിന് മാത്രമേ പറ്റുള്ളൂ. ഇനി 3ാമത്തെ ആർഗ്യുമെൻ്റ് എന്തായിരുന്നു? സെക്കൻഡറി വാലൻസി ആർക്കൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാം? നെഗറ്റീവ് ചാർജുള്ള ലിഗാൻഡിനോ ന്യൂട്രൽ ലിഗാൻഡിനോ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാം. നമ്മൾ കണ്ടല്ലോ. ലിഗാൻഡായിട്ട് കോഓർഡിനേഷൻ സ്പിയർ, അതായത് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആർക്കൊക്കെ വരാം? ന്യൂട്രൽ ഗ്രൂപ്പിനും വരാം, നെഗറ്റീവ് ഗ്രൂപ്പിനും വരാം. പക്ഷേ ന്യൂട്രൽ ഗ്രൂപ്പ് പുറത്തു വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ കോഓർഡിനേഷൻ നമ്പറിനായി നമ്മൾ പരിഗണിക്കുന്നത് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കോഓർഡിനേഷൻ സ്പിയറിനുള്ളിലുള്ള സ്പീഷീസാണ്. അത് ആർക്കൊക്കെ ആകാം? നെഗറ്റീവ് ഗ്രൂപ്പിനുമാകാം, ന്യൂട്രൽ ഗ്രൂപ്പിനുമാകാം. ഇനി അവസാനത്തെ പോയിൻ്റ് ആയിരുന്നു എന്ത്? സെക്കൻഡറി വാലൻസിക്ക് ഡിറക്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതുകൊണ്ട് കോഓർഡിനേഷൻ കോമ്പൗണ്ടുകൾ ഐസോമെരിസം എക്സിബിറ്റ് ചെയ്യും. അതിലേക്ക് നമ്മൾ കിടക്കുക. കോഓർഡിനേഷൻ കോമ്പൗണ്ടുകൾ കാണിക്കുന്ന ഐസോമെരിസം എന്താണ്? പണ്ടൊക്കെ അത് വളരെ ഒരു ബ്രോഡ് ചോദ്യമായിട്ട് ചോദിക്കും. ഇപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഐസോമെരിസം 1 2 ഐസോമെരിസം നിങ്ങൾ ചോദിക്കും. നമുക്ക് അതിലൂടെ കടന്നു പോകാം. പേടിക്കേണ്ട. ഐസോമെരിസം അധികം എഴുതാനില്ല. അതിൻ്റെ എക്സാമ്പിളുകൾ ഓർത്തിരുന്നാൽ, അതിൻ്റെ ഓരോ കേസിലെയും മർമ്മങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമുക്കതിലൂടെ ഒന്ന് കടന്നു പോകാം. നോക്കുക. അപ്പോൾ ഐസോമെരിസം ഇൻ കോഓർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഐസോമെരിസം എന്താണ് എന്ന് ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പല ആവർത്തി ഫസ്റ്റ് ഇയറിലും 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ? പ്രധാനമായ 2 പോയിൻ്റ് എന്തൊക്കെയാണ്? 1, ഐസോമേഴ്സിൻ്റെ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കണം. 2, അവയുടെ ഫിസിക്കലും കെമിക്കലുമായ പ്രോപ്പർട്ടീസ് ഡിഫറൻ്റ് ആവും. ഇപ്പോൾ ഡെഫിനിഷൻ നിങ്ങൾക്കറിയാം. കോമ്പൗണ്ട്സ് വിത്ത് സെയിം മോളിക്കുലർ ഫോർമുല ഹാവിങ് ഡിഫറെൻറ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആർ നോൺ ആസ് ഐസോമേഴ്സ് ആൻഡ് ദ ഫിനോമിനൻ ഈസ് ഐസോമെരിസം. അതാണല്ലോ ഒരു കൺവെൻഷണൽ ഡെഫിനിഷൻ ഫോർ ദാറ്റ് ഡെഫിനിഷൻ. ഇനി അതിലപ്പുറത്തേക്ക് ഇനി അറിഞ്ഞിരിക്കേണ്ടത് കോഓർഡിനേഷൻ കോമ്പൗണ്ടുകളിലെ ഐസോമെരിസത്തെ നിങ്ങൾ ഈ പറയുമ്പോൾ തന്നെ നിങ്ങളിങ്ങനെ പേപ്പറിൽ പയ്യൊന്ന് നോട്ട് ചെയ്ത് വെച്ചണം, പിന്നെ നോട്ട് എഴുതണം കേട്ടോ. സ്ട്രക്ചറൽ ഐസോമെരിസം എന്നും സ്റ്റീരിയോ ഐസോമെരിസം എന്നും 2ആയി തിരിച്ചിട്ടുണ്ട്. സ്ട്രക്ചറൽ ഐസോമെരിസം എന്ന ടേം നിങ്ങൾക്കറിയാം. ഒരു പരിധി വരെ സ്റ്റീരിയോ ഐസോമെരിസവും അറിയാം. രണ്ടും നമ്മൾ ഫസ്റ്റ് ഇയറിൽ കണ്ട ടേം. സ്ട്രക്ചറിലുള്ള സ്റ്റീരിയോ നമ്മൾ സിസ് ട്രാൻസ് ഐസോമെരിസം ഒക്കെ ആൽക്കീനുകളുടെ കേസിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ കണ്ടതല്ലേ. ഓപ്റ്റിക്കൽ ഐസോമെരിസം കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ സ്ട്രക്ചറൽ ഐസോമെരിസം 4 എണ്ണമുണ്ട്, സ്റ്റീരിയോ ഐസോമെരിസം 2 എണ്ണമുണ്ട്. അങ്ങനെ ഓരോന്നിനെയും തിരിച്ച് പഠിച്ച് എക്സാമ്പിൾ സഹിതം പഠിച്ച് ഹൃദയസ്ഥമാക്കണം. സ്ട്രക്ചറൽ ഐസോമെരിസവും സ്റ്റീരിയോ ഐസോമെരിസവും. നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് സ്ട്രക്ചറൽ ഐസോമെരിസം. സ്റ്റീരിയോ ഐസോമെരിസം തന്നെ 2ആയി തിരിച്ചിട്ടുണ്ട്, ജോമെട്രിക്കൽ എന്നും ഓപ്റ്റിക്കൽ. സ്ട്രക്ചറൽ ഐസോമെരിസം 4 എണ്ണമുണ്ട്. 1, അയണൈസേഷൻ ഐസോമെരിസം, ആ പേരിൽ ഉണ്ട് അയൺ. സോൾവേറ്റ്, ഹൈഡ്രേറ്റ്, വെള്ളവുമൊക്കെയായി ബന്ധപ്പെട്ടതാണ്. ലിങ്കേജ്, ലിങ്കുമായി ബന്ധപ്പെട്ടതാണ്. കോഓർഡിനേഷൻ, ബോണ്ടുമായി കോഓർഡിനേഷനുമായി ബന്ധപ്പെട്ടതാണ്.
നമുക്ക് ആദ്യം സ്ട്രക്ചറൽ ഐസോമെറിസം കാണാം. സ്ട്രക്ചറൽ ഐസോമെറിസത്തിൽ നിങ്ങൾ അതുകൊണ്ട് ആ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്ന എളുപ്പമുണ്ട്. ഒന്നാമത്താണെന്ത്? അയണൈസേഷൻ ഐസോമെറിസം. എന്താണ് അയണൈസേഷൻ ഐസോമെറിസം? നിങ്ങൾ പുസ്തകം നോക്കുക, ഒരു വലിയ പാരഗ്രാഫ്, ഞാൻ അധികമൊന്നും നിങ്ങൾ എഴുതണ്ട, ഈ ഒറ്റ സെൻറ്റൻസ് ഓർത്ത് ചെയ്താൽ മതി. ദേ ആർ ഐസോമേഴ്സ് ഗിവിങ് ഡിഫറൻറ്റ് അയോൺസ് ഇൻ സൊല്യൂഷൻ. ആരാണ് അയണൈസേഷൻ ഐസോമെറിസം? ഇത്തരം ഐസോമേഴ്സിനെ വെള്ളത്തിലിട്ടാൽ കിട്ടുന്ന അയണുകൾ ഡിഫറൻ്റ് ആയിരിക്കും എന്നർത്ഥം. നോക്കിക്കേ, ഇതൊരു എക്സാമ്പിളാണ്. ഇതും രണ്ടും കൂടെ ചേരുന്ന കേട്ടോ. ദേ ആർ ഐസോമേഴ്സ്. നോക്കി, രണ്ടിൻ്റെയും മോളിക്കുലർ ഫോർമുല സെയിം അല്ലേ? രണ്ടിൻ്റെ അകത്തും കോബാൾട്ടാണ് മെറ്റൽ ആറ്റം. 5 അമീൻ വെച്ച് ഒരു ബ്രോമിൻ ഒരു സൾഫേറ്റ്. ഇവിടെ കിട്ടിയോ? ഇനി എന്താ പ്രത്യേകത? ആദ്യത്തേതിൻ്റെ അകത്ത് സൾഫേറ്റ് കോഓർഡിനേഷൻ സ്പിയറിൻ്റെ പുറത്താണ്, രണ്ടാമത്തേൻ്റെ അകത്തോ സൾഫേറ്റ് അകത്തും ബ്രോമൈഡ് പുറത്തും. ഇവിടെ കിട്ടിയോ? അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ, കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? വെള്ളത്തിലിടുമ്പോൾ അത് ഇവിടെ വെച്ച് മുറിയും. ഇപ്പം ഇത് വെള്ളത്തിലിട്ടാൽ കാറ്റയൺ ഇത് സൾഫേറ്റ് SO4 2- എന്ന് പറയുന്ന ആനയണും CONH3 5 times Br എന്ന് പറയുന്ന കാറ്റയൺ 2+ എന്ന് പറയുന്ന കാറ്റയണും ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടിക്കൽ തുടങ്ങുമ്പോൾ മനസ്സിലാകും, ഇതിനെ വെള്ളത്തിലിട്ടിട്ട് നീ ടെസ്റ്റ് ചെയ്താൽ സൾഫേറ്റിൻ്റെ ടെസ്റ്റ് ആൻസർ ചെയ്യും. അത് ഞാൻ താഴെ എഴുതിയേക്കണേ, ദിസ് വിൽ ആൻസർ ദ ടെസ്റ്റ് ഫോർ സൾഫേറ്റ്. കാരണം എന്താ? ഇതിൻ്റെ അകത്ത് ഫ്രീ ആയ സൾഫേറ്റ് അയൺ ഉണ്ടാവും, എന്നാൽ ഫ്രീ ആയ ബ്രോമൈഡ് ഉണ്ടാവുമോ? ബ്രോമൈഡിൻ്റെ ടെസ്റ്റ് ഇത് ആൻസർ ചെയ്യുക. നേരെ തിരിച്ച് ഇത് വെള്ളത്തിലിട്ടാൽ സൾഫേറ്റിൻ്റെ ടെസ്റ്റ് ആൻസർ ചെയ്യില്ല, പക്ഷേ ആരുടെ ടെസ്റ്റ് ആൻസർ ചെയ്യും? ബ്രോമൈഡിൻ്റെ ടെസ്റ്റ് ആൻസർ ചെയ്യും. ആൻസർ ദ ടെസ്റ്റ് ഫോർ ബ്രോമൈഡ് ആൻഡ് നോട്ട് സൾഫേറ്റ്. അതാണ് ദേ ആർ ഗിവിങ് ഡിഫറൻറ്റ് അയോൺസ് ഇൻ സൊല്യൂഷൻ. സോ ദേ ആർ ഐസോമേഴ്സ് ഗിവിങ് ഡിഫറൻറ്റ് അയോൺസ് ഇൻ സൊല്യൂഷൻ. എക്സാമ്പിളുകൾ പഠിക്കണം. ചിലപ്പോഴൊക്കെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കോമ്പൗണ്ടും കൂടെ തന്നിട്ട് ഇങ്ങനെ ചോദിക്കും, വാട്ട് ടൈപ്പ് ഓഫ് ഐസോമെറിസം ഡസ് ദീസ് കോമ്പൗണ്ട്സ് എക്സിബിറ്റ്? അങ്ങനെ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ പേര് അയണൈസേഷൻ ഐസോമെറിസം ആണെന്ന് കാണും പറയണം. 2 ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഈ കോമ്പൗണ്ട് വെള്ളത്തിലിട്ടാൽ സൾഫേറ്റിൻ്റെ ടെസ്റ്റ് ആൻസർ ചെയ്യും, ഇതെന്നാൽ ആൻസർ ചെയ്യേല, എന്തുകൊണ്ടാണ്? അത് ഏത് ടൈപ്പ് ഐസോമെറിസമാണ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ പറയണം, ഇവിടെ ഫ്രീ ആയിട്ടുള്ള സൾഫേറ്റ് അയൺ ഉണ്ടാകുന്നത് കൊണ്ട് അത് സൾഫേറ്റിൻ്റെ ടെസ്റ്റ് ആൻസർ ചെയ്യും. ഇവിടെ ഫ്രീ ആയ സൾഫേറ്റ് അയൺ ഇല്ല, അതുകൊണ്ട് ആൻസർ ചെയ്യുന്നില്ല. കാര്യം പിടികിട്ടിയല്ലോ. അപ്പോൾ അയണൈസേഷൻ സ്ട്രക്ചറൽ ഐസോമെറിസത്തിലെ ആദ്യത്തെ ഐസോമെറിസമായ അയണൈസേഷൻ ഐസോമെറിസം എന്താണെന്ന് നമ്മളിപ്പോൾ കണ്ടത്. പിടികിട്ടിയല്ലോ. ദേ ആർ ഐസോമേഴ്സ് ഗിവിങ് ഡിഫറൻറ്റ് അയോൺസ് ഇൻ സൊല്യൂഷൻ. എക്സാമ്പിൾ സഹിതം കണ്ടു. രണ്ടാമത്തെ സ്ട്രക്ചറൽ ഐസോമെറിസം അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. സോൾവേറ്റ് ഐസോമെറിസം അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് വെള്ളവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ H2O മോളിക്യൂളുമായിട്ട് ബന്ധപ്പെട്ട. ഞാൻ അതിൻ്റെ ഡെഫിനേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ആ എക്സാമ്പിൾ നോക്കിയാൽ പിടികിട്ടും. നോക്കിക്കേ, Cr രണ്ടിലും അകത്തുള്ള മോളിക്കുലർ ഫോർമുല സെയിമാണ്. ഓരോ ക്രോമിയം 6 H2O 3 ക്ലോറിൻ. ശരിയല്ലേ രണ്ടിലും? പക്ഷേ ആദ്യത്തെ കോമ്പൗണ്ട് വയലറ്റാണ്, രണ്ടാമത്തെ കോമ്പൗണ്ട് ഗ്രീനാണ്. ഫിസിക്കലായ പ്രോപ്പർട്ടി ഒരു എത്രയും വ്യത്യാസമുണ്ട്. നോക്കിക്കേ, എന്താ കാരണം? ഇതിൻ്റെ അകത്ത് 6 അത് വരച്ചപ്പോൾ നോക്കി ഇങ്ങനെയാണ് കേട്ടോ. CrH2O 6 times ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റാണ് കേട്ടോ. സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ പുറത്താണ് Cl3. പുറത്താണെ നിങ്ങൾ എഴുതി വെക്കണം. CrH2O 6 times സ്ക്വയർ ബ്രാക്കറ്റ് ഇവിടെയുണ്ട്, അത് കഴിഞ്ഞാണ് Cl3 കേട്ടോ. അപ്പോൾ ആദ്യത്തേതിനകത്ത് H2O 6 H2Oയും കോഓർഡിനേഷൻ സ്പിയറിൻ്റെ ഉള്ളിലാണ്. എന്നാൽ രണ്ടാമത്തിൻ്റെ അകത്തോ 5 H2O അകത്ത്, 1 H2O പുറത്താണ്. അപ്പോൾ ഒരു ക്ലോറിൻ അകത്തോട്ട് കയറുന്നു, ക്ലോറൈഡ്. പിടികിട്ടിയോ? അതാണ് വ്യത്യാസം. ദേ ആർ ഐസോമേഴ്സ് വിച്ച് ഡിഫർ ഇൻ ദ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ കോർഡിനേഷൻ സ്പിയർ. കോർഡിനേഷൻ സ്പിയറിൻ്റെ ഉള്ളിലും പുറമേയുമുള്ള വാട്ടർ മോളിക്യൂളിൻ്റെ എണ്ണത്തിലുള്ള ഡിഫറൻസ് വഴി ഉണ്ടാകുന്ന ഐസോമെറിസമാണെന്ത്? ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സോൾവേറ്റ് ഐസോമെറിസം. ഓക്കെ. മൂന്നാമത്തെ സ്ട്രക്ചറൽ ഐസോമെറിസം അതേതാണ്? ലിങ്കേജ് ഐസോമെറിസം. ലിങ്ക്, സെൻട്രൽ മെറ്റൽ ആറ്റവും ഉണ്ടാകുന്ന ലിങ്കിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് സാധാരണ കാണിക്കുന്നത് ശ്രദ്ധിച്ച്, ദ ഐസോമെറിസം ഈസ് എക്സിബിറ്റഡ് ഇൻ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ആംബിഡെൻറ്റ് ലിഗാൻഡ് അല്ലെങ്കിൽ ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ്. അതാരാണ്? NO2 പോലത്തെ ലിഗാൻഡ് ഉള്ളപ്പോഴാണ്. അപ്പം
ഈ ലിഗാൻഡിൻ്റെ പ്രത്യേകത എന്താണ്? സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് നൈട്രജൻ വഴിയും ബോണ്ടുണ്ടാക്കാം, ഓക്സിജൻ വഴിയും ബോണ്ടുണ്ടാക്കാം. അപ്പോൾ നമ്മൾ പേര് പഠിച്ചപ്പോൾ കണ്ടു, നൈട്രേറ്റോ എന്നും ആവാം, നൈട്രേറ്റോ ഓയും ആവാം. ഈ ടൈപ്പ് ലിങ്കിലുള്ള വ്യത്യാസം വഴി ഉണ്ടാകുന്നതാണ് ലിങ്കേജ് ഐസോമെറിസം. ഞാൻ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം, ഒരു ആംബിഡൻറ്റ് ലിഗാൻഡുള്ള കോമ്പൗണ്ട് കാണിക്കാൻ സാധ്യതയുള്ള സ്ട്രക്ചറൽ ഐസോമെറിസം എന്താണ്? ലിങ്കേജ് ഐസോമെറിസമാണ്. ഡിപ്പെൻഡിങ് ഓൺ ദ ലിങ്ക് മെയ്ഡ് വി ഗെറ്റ് ഡിഫറെൻറ്റ് ഐസോമേഴ്സ്. ഇൻ NO2 both nitrogen and oxygen can donate lone pairs. If the bonding is through nitrogen, the ligand is named as nitrito-N, and if the bonding is through oxygen, it is named as nitrito-O. ഇതാണ് എക്സാമ്പിൾ. നോക്കിക്കേ, അതും ബോണ്ട് മാറുമ്പോഴത്തേക്കും നമ്മൾ പറയും ഒരു ബോണ്ട് മാറുക. നോക്കിയാൽ വ്യത്യാസം കണ്ടോ? ആദ്യത്തെ യെല്ലോ ആണ്, രണ്ടാമത്തെ റെഡാണ്. എന്താ വ്യത്യാസം? രണ്ടിലും എല്ലാം സെയിം ആണ്. ഇവിടെ നൈട്രജനിൽ നിന്നാണ് ബോണ്ട്, നൈട്രേറ്റോ-N ആണ്, ഇതോ നൈട്രേറ്റോ-O ആണ്. വ്യത്യാസം കണ്ടോ? യെസ്, അതാണ് ലിങ്കേജ് ഐസോമെറിസം. സ്ട്രക്ചറൽ ഐസോമെറിസത്തിൽ അവസാനത്തെ ഭാഗം അതാണ് കോഓർഡിനേഷൻ ഐസോമെറിസം. എന്താണ് കോഓർഡിനേഷൻ ഐസോമെറിസം? ആ പേര് തന്നെ ഉണ്ട്. ഇത് സാധാരണ കാണിക്കുന്നത് നമ്മൾ IUPAC നെയിമിങ്ങിൽ അവസാനത്തെ ഭാഗം എടുത്തില്ലേ, ആനയണും കാറ്റയണും, ഒരു കോമ്പൗണ്ടിലെ കാറ്റയണും ആനയണും കോംപ്ലക്സുകളാകുമ്പോൾ, കോർഡിനേറ്റ് ബോണ്ടുകൾ ഉള്ള കോർഡിനേഷൻ കോമ്പൗണ്ടുകളാകുമ്പോഴാണ് കോഓർഡിനേഷൻ ഐസോമെറിസം കാണിക്കുന്നത്. ഇറ്റ് ഈസ് എക്സിബിറ്റഡ് ഇൻ കോമ്പൗണ്ട്സ് വെയർ ബോത്ത് ആനയോൺ ആൻഡ് കാറ്റയോൺ ആർ കോംപ്ലക്സസ്. Isomerism arises due to the interchange of ligands between the two entities. ലിഗാൻഡോ മെറ്റലാറ്റോ അങ്ങോട്ടോ എങ്ങോട്ടോ മാറും. നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് CuNH3 4, ഇവിടെ PtCl4, ഇവിടെയോ PtNH4 CuCl4, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഡ്യൂ ടു ദ ഇൻ്റർചേഞ്ച് ഓഫ് ലിഗാൻഡ്സ് ബിറ്റ്വീൻ ദ ടു എൻറ്റൈറ്റീസ്. ഇതാണ് കോഓർഡിനേഷൻ. അപ്പം ലിങ്കേജിലും കോഓർഡിനേഷനിലും ആ ഒരു ഓരോ പോയിന്റ് ഓർത്തിരിക്കണം. ലിങ്കേജ് കാണിക്കണമെങ്കിൽ അതിൻ്റെ എന്തുണ്ടാകണം? ആംബിഡൻറ്റ് ലിഗാൻഡ് ഉണ്ടാകണം. കോഓർഡിനേഷൻ ഐസോമെറിസം കാണിക്കണമെങ്കിൽ ആനയണും കാറ്റയണും ആരായിരിക്കണം? കോംപ്ലക്സ് പാർട്ടുള്ള കോമ്പൗണ്ടുകളായിരിക്കണം എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു? സ്ട്രക്ചറൽ ഐസോമെറിസം 4 കണ്ടു. സ്ട്രക്ചറൽ ഐസോമെറിസം എത്ര എണ്ണം ഉണ്ട്? അയണൈസേഷൻ, സോൾവേറ്റ്, ലിങ്കേജ്, കോഓർഡിനേഷൻ. ഇവിടെ കിട്ടിയല്ലോ, അയണൈസേഷൻ, സോൾവേറ്റ്, ലിങ്കേജ്, കോഓർഡിനേഷൻ ഐസോമെറിസം. ഇനി നമ്മൾ അടുത്ത ഐസോമെറിസം സ്റ്റീരിയോ ഐസോമെറിസം. സ്റ്റീരിയോ ഐസോമെറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേസിലുള്ള ഗ്രൂപ്പുകളുടെ അറേഞ്ച്മെൻറ്റ്സ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ലിഗാൻഡ്സ് എറൗണ്ട് ദ സെൻട്രൽ മെറ്റൽ ആറ്റം. മെറ്റൽ ആറ്റത്തിന് ചുറ്റും ലിഗാൻഡുകൾ സ്പേസിൽ ക്രമീകരിച്ചിരിക്കുന്ന പാറ്റേണിൽ നിന്നും വരുന്ന ഡിഫറൻസ് കൊണ്ടുണ്ടാകുന്ന ഐസോമെറിസമാണ് സ്റ്റീരിയോ ഐസോമെറിസം. നോക്കാം. സ്റ്റീരിയോ ഐസോമെറിസം നമ്മൾ മുമ്പ് കണ്ടു, 2 ടൈപ്പാണ്, ജോമെട്രിക്കലും ഒപ്റ്റിക്കലും. അതിൽ നമ്മൾ ആദ്യത്തെ എടുക്കാൻ പോവുകയാണ് ജോമെട്രിക്കൽ ഐസോമെറിസം. തിരിച്ച് പഠിക്കണം കേട്ടോ. ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റൊക്കെ നിങ്ങളോട് ചോദിക്കുള്ളൂ. ജോമെട്രിക്കൽ ഐസോമെറിസം, അതിനെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഓർഗാനിക്കിൽ കണ്ടതാണ്, സിസ് ട്രാൻസ് ഐസോമെറിസം എന്ന് വിളിക്കും. ഇനി കോർഡിനേഷൻ കോമ്പൗണ്ടുകളിലെ ഏതൊക്കെ ജോമെട്രികളാണ് സാധാരണ കാണിക്കുന്നത്? സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സുകളും ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളുമാണ് സാധാരണ ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കണേ. ഒന്നോടെ ശ്രദ്ധിച്ച്, ജോമെട്രിക്കൽ ഐസോമെറിസം കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ ഏത് ടൈപ്പ് ജോമെട്രിയാണ്? സ്ക്വയർ പ്ലെയിനാറും ഒക്ടാഹെഡ്രലും. പക്ഷേ ടെട്രാഹെഡ്രൽ കോംപ്ലക്സുകളും ഉണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്. ടെട്രാഹെഡ്രൽ കോമ്പൗണ്ടുകൾ സാധാരണ ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ NCERT പുസ്തകമുണ്ടെങ്കിൽ അതൊരു ചോദ്യവും അതിൻ്റെ ഉത്തരവുകൾ കൊടുത്തിട്ടുണ്ട്. കാരണം ടെട്രാഹെഡ്രൽ കോംപ്ലക്സുകളിൽ ഒരു ഗ്രൂപ്പിനെ എങ്ങനെ പ്ലേസ് ചെയ്താലും കാര്യമായ ഡിഫറൻസ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഐസോമെറിസം ഇല്ല. ചെറിയൊരു കാര്യമാണെങ്കിലും അത് പബ്ലിക് എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. വൈ ഡസ് ടെട്രാഹെഡ്രൽ കോംപ്ലക്സസ് ഡു നോട്ട് എക്സിബിറ്റ് ജോമെട്രിക്കൽ ഐസോമെറിസം? അതിൻ്റെ റീസണും ഒരു ബോക്സിനുള്ളിൽ NCERT പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. എക്സൽ പുസ്തകത്തിൻ്റെ ബാക്കിലൊരു ചോദ്യം ആൻസറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് കാരണം ഇതാണ്, ഈ ടെട്രാഹെഡ്രൽ ജോമെട്രി ബൈ പ്ലേസിങ് ദ 4 ലിഗാൻഡ്സ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസ് ദാറ്റ് വോണ്ട് മേക്ക് ഇൻ എ ഡിഫറൻസ്. എല്ലാം ഐഡൻറ്റിക്കൽ സ്ട്രക്ചറാണ്. ഡിഫറൻറ്റ് സ്ട്രക്ചർ തരാൻ പറ്റാത്തത് കൊണ്ടാണ് ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കുന്നത്.
ഇനി അവശേഷിക്കുന്ന 2 ടൈപ്പ് ഏതൊക്കെ? സ്ക്വയർ പ്ലൈനാറും ഒക്ടാഹെഡ്രലും. അങ്ങനെ തിരിക്കണം. സ്ക്വയർ പ്ലൈനാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 4 ലിഗാൻഡ് കാണുള്ളൂ. അപ്പോൾ ഇനി അത് മനസ്സിൽ നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ച് നിങ്ങളുടെ സ്ട്രക്ചർ ചോദിക്കുള്ളൂ. ഇൻ സ്ക്വയർ പ്ലൈനാർ കോംപ്ലക്സ് ഓഫ് ദ ടൈപ്പ്, ഞാൻ ഒരു മനസ്സിലാക്കാൻ വേണ്ടി ഓഫ് ദ ടൈപ്പ് MA2B2 ടൈപ്പ്. ഇവിടെ M എന്ന് പറഞ്ഞാൽ മെറ്റലും എയും ബിയും 2 ടൈപ്പ് ലിഗാൻഡാണ്. ഈ ടൈപ്പ് M മെറ്റൽ, എയും ബിയും 2 ടൈപ്പ് ഓഫ് ലിഗാൻഡ്. എക്സാമ്പിൾ നോക്കി, പ്ലാറ്റിനം മെറ്റൽ NH3A2Cl_B2. ഈ ടൈപ്പ് ലിഗാൻഡ്സ് വരുമ്പോൾ സ്ക്വയർ പ്ലൈനാർ കോംപ്ലക്സുകൾ സിസ് ട്രാൻസ് ഐസോമെറിസം കാണിക്കും. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ അങ്ങ് വരച്ച് വെച്ചാൽ മതി. പരീക്ഷയ്ക്ക് ഇതാ ചോദിക്കണമെങ്കിൽ ഇത് വരയ്ക്കണം. എയുടെ സ്ഥാനത്ത് NH3യും ബിയുടെ സ്ഥാനത്ത് Cl ഇട്ടാൽ മതി. നോക്കിക്കേ, ഇങ്ങനെ വരയ്ക്കണം. M എങ്ങനെയാണ് സിസ് നിങ്ങൾക്കറിയാം. ഒരേപോലത്തത് ഒരേ സൈഡിൽ വന്നാൽ അത് സിസ്, ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ അത് ട്രാൻസ്. വരയ്ക്കുക എന്നുള്ളതാണ്. സിസും ട്രാൻസും, സിസ് ഐസോമർ, ട്രാൻസ് ഐസോമർ. ആ രീതിയിൽ അത് ഓർത്തിരിക്കുക. മനസ്സിലായോ? അപ്പോൾ അത് സിസ്റ്റർ. അപ്പം ഈ ജോമെട്രിക്കൽ ഐസോമെറിസം സ്ക്വയർ പ്ലൈനാറിൽ ഈ ഒരു ടൈപ്പ് മാത്രമേ ഉള്ളൂ, MA2B2 ടൈപ്പ്. നന്നായിട്ട് നിങ്ങൾ വരയ്ക്കുക. ഇനി ഒക്ടാഹെഡ്രൽ 2-3 ടൈപ്പുണ്ട്. ഒക്ടാഹെഡ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർഡിനേഷൻ നമ്പർ 6 ആണ്. അതായത് 6 ലിഗാൻഡ് വരും, അല്ലെങ്കിൽ 6 ബോണ്ട് ഉണ്ടാക്കണം. നോക്കിക്കേ, അതിൽ ഒന്നാമത്തെ ടൈപ്പ് ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് എഴുതിയേക്കാണ്. നിങ്ങളത് വരച്ച് പഠിക്കണം കേട്ടോ. ഈ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ദ ടൈപ്പ്. ഞാൻ ഇങ്ങനെ എഴുതാൻ കാരണമുണ്ടല്ലോ, പരീക്ഷയാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ എക്സാക്റ്റ് ഈ ടൈപ്പ് എക്സാമ്പിളുകൾ ഓർത്തിരിക്കാൻ എല്ലാവർക്കും എളുപ്പമല്ല. അതിലും എളുപ്പമാണ് നമ്മൾ ഇങ്ങനെ എഴുതുവാണെങ്കിൽ എക്സാമിനർ ഓർത്തോളും നിനക്കിത് അറിയാമെന്ന്. കിട്ടിയോ? അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ ഓർത്തിരിക്കണമെന്നാണ് എളുപ്പം. നോക്കിക്കേ, യെസ്, ഒന്നാമത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ ആദ്യത്തെ ഓഫ് ദ ടൈപ്പ് ഇങ്ങനെ പോണേ, ഓഫ് ദ ടൈപ്പ് MA2B2 A2B4 A2B4. എ എന്ന ഒരു ടൈപ്പ് 2 എണ്ണവും ബി എന്ന മറ്റൊരു ടൈപ്പ് 4 എണ്ണം. ഒക്ടാഹെഡ്രലാണ്. നിങ്ങളിങ്ങനെ വരയ്ക്കുക. ഇത് മെറ്റല്. ഈ ഒരുപോലെ ഉള്ളത് അടുത്തടുത്ത് ഇവിടെയാകാം, അല്ലെ താഴെ ഇവിടെയാകാം, ഇവിടെയാകാം. ഇവിടെയല്ല കേട്ടോ, ഇവിടെയോ ഇല്ല ഇവിടെയോ അങ്ങനെ തൊട്ടടുത്ത പൊസിഷനിൽ ആ എയും വന്നാൽ അതാണ് സിക്സ്. ആ എയും നേരെ ഓപ്പോസിറ്റ് വന്നാൽ ആ എയും നേരെ ഓപ്പോസിറ്റ് വരാം, ഇവിടെയും വന്നാൽ അതിൻ്റെ പേരാണ് ട്രാൻസ് ഐസോമർ. കിട്ടിയോ? ഒപ്പം ഒന്നാമത്തെ അങ്ങനെ തിരിച്ച് പഠിക്കുക. ഒന്ന് MA2B4 ടൈപ്പ്. രണ്ടാമത്തെ നോക്കിക്കേ, ഓഫ് ദ ടൈപ്പ് രണ്ടിതാണ് കേട്ടോ. ഓഫ് ദ ടൈപ്പ് MA2EN ട്വൈസ്. A2 അപ്പം 6 എണ്ണം ഉണ്ട് കേട്ടോ. EN എന്ന് പറഞ്ഞാൽ എത്തിലിൻ ഡൈയമിനാണ്. എത്തിലിൻ ഡൈയമിന് എന്ത് ലിഗാൻഡാ? ഡൈതന്തേറ്റ് ലിഗാൻഡാണ്. അപ്പോൾ 2 എണ്ണം ഉള്ളപ്പം ഒരെണ്ണത്തിൽ നിന്ന് 2 പോണ്ട്, 2 എണ്ണത്തിൽ നിന്ന് 4, 4 2 6. ഇവിടെ കിട്ടിയോ? എന്നാണ് ഈ ടൈപ്പ് എക്സാമ്പിൾ. എമ്മിൻ്റെ സ്ഥാനത്ത് CO-യും എയുടെ സ്ഥാനത്ത് CL-ഉം EN. ആ ടൈപ്പ് നോക്കിക്കേ, പരിചയം നോക്കിയാൽ M. അപ്പോൾ ഇതുപോലെ തന്നെ CL ആ ഒരുപോലെ ഉള്ളത് അടുത്തടുത്ത് വന്നാൽ സിസ്, സിസ്. അത് ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ ട്രാൻസ്. ഇനി എത്തിലിൻ ഡൈമീൻ വരയ്ക്കണം നോക്കിക്കേ, മൊത്തം 6 ബോണ്ടാണ്. 1 2 ഇവിടെ വന്നു. ഇനി അതൊക്കെയുണ്ട് ഇവിടെയും ബോണ്ടുണ്ട്. അപ്പോൾ ഒരു എത്തിലീൻ ഡൈയമീനിന് 2 ബോണ്ടാണ്. ഇവിടെ കിട്ടിയോ? ഒരു എത്തിലീൻ ഡൈയമീന് 2 ബോണ്ടാണ്. നമ്മൾ EN എഴുതുന്നേ ഉള്ളൂ. ഒരു ബോണ്ട് ഇങ്ങോട്ട്, ഒരു ബോണ്ട് ഇങ്ങോട്ട്. പിന്നെ ഏതാ? ഒരു ബോണ്ട് ഇങ്ങോട്ട്, ഒരു ബോണ്ട് ഇങ്ങോട്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 6 ബോണ്ടുമായി. ഇത് ഒന്ന്. ഇനി ഇതിൻ്റെ മറ്റൊരു ഐസോമറാണിത്. എന്താ വ്യത്യാസം? CL നേരെ ഓപ്പോസിറ്റ് വരയ്ക്കുന്നു. CL നേരെ ഓപ്പോസിറ്റ് വരയ്ക്കുമ്പോൾ ട്രാൻസ്. അപ്പം ഒന്ന് ഈ ടൈപ്പ് MA2B4 ടൈപ്പ്, 2 MA2EN ട്വൈസ്. ഇനി ഒരു മൂന്നാമതൊരു എക്സ്ട്രീം കേസ് ഉണ്ട്. നിങ്ങളത് പുസ്തകം ഒന്ന് വായിച്ച് നോക്കണം. ഞാൻ നോട്ടിൽ എഴുതിയേക്കാം. ഓഫ് ദ ടൈപ്പ് MA3B3. ഇതൊരു പ്രത്യേക ടൈപ്പ് ഐസോമെറിസമാണ്.
അതിനെ ഫേസ് ഐസോമർ എന്നും മേർ ഐസോമർ എന്നും വിളിക്കുന്ന രണ്ടെണ്ണം. ഒരേ ഫേസിലും ഒരേ മെറിഡിയനിലും അർത്ഥം. എക്സ്ട്രീം കേസാണ്. ഒരേ ഫേസിൽ നോക്കി ഞാൻ മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ എഴുതിയേക്കുവാണ്. ഞാൻ ബി അങ്ങ് എഴുതി കൺഫ്യൂഷൻ, ഇതെല്ലാം ബി ആണ് കേട്ടോ, ഞാൻ എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. നോക്കിക്കേ, എ മാത്രമേ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ബിയും കൂടെ ഇട്ടു. എ ഒരേ, ഇതൊരു ഒക്ടാഹെഡ്രൽ സ്തംഭം, അതിൻ്റെ ഒരേ ഫേസിൽ. സ്തംഭം എന്ന് പറയുമ്പോൾ ഞാനിത് 2 ഡയമെൻഷനിലായിട്ടാണ് വരച്ചേക്കണേ. 3 ഡയമെൻഷനിലായിട്ട് വരയ്ക്കുമ്പോൾ നടുവേ അങ്ങ് മുറിയും. അപ്പം ഒരേ ഫേസിൽ 3 ലിഗാൻഡ് വന്നാൽ അതിനെയാണ് ഒരു ഫേസിൽ വരുന്നു ഫേസ് ഐസോമറും. ഇതൊരേ മെറിഡിയൻ, മുകളിൽ നിന്നല്ല നടുവേ ഇങ്ങനെ ഡയഗണലായിട്ട് മുറിക്കുമ്പോൾ ഒരു മെറിഡിയനിൽ 3 എണ്ണം വരും. ഒരു മെറിഡിയൻ, അതാണ് മേർ ഐസോമർ. ഫേസ് ഐസോമറും മേർ ഐസോമർ ഓഫ് ദ ടൈപ്പ് MA3B3. അപ്പോൾ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് കാണിക്കുന്ന ജോമെട്രിക്കൽ ഐസോമെറിസം. ജോമെട്രിക്കൽ ഐസോമെറിസം നമുക്ക് ഒന്നും കൂടെ നോക്കാം. ജോമെട്രിക്കൽ ഐസോമെറിസം ആരൊക്കെയാണ് കാണിക്കുന്നത്? കൂടെ നിൽക്കണം. ഒന്ന്, സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സുകളും 2 ഒക്ടാഹെഡ്രൽ കോംപ്ലക്സും. സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സും ഒക്ടാഹെഡ്രൽ കോംപ്ലക്സും കാണിക്കുമ്പോൾ ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് കാണിക്കുന്നില്ല എന്നൊരു പോയിൻ്റ് ഓർത്തിരിക്കണം. അതൊരു ഹിൻ്റായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. കാരണം നമ്മൾ പറഞ്ഞു, ഇനി സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സ് അതൊരു ടൈപ്പേ ഉള്ളൂ, MA2B2 ടൈപ്പ്, വളരെ സിമ്പിളാണ്. ഒക്ടാഹെഡ്രൽ 3 ടൈപ്പ്, ഒന്ന് MA3B4, മറ്റൊന്ന് MA2EN ട്വൈസ്, മറ്റൊന്ന് MA3B3 എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഐസോമെറിസമാണ്. ഫേസ് ഓർ മേർ, ഒരു ഫേസും ഒരു മെറിഡിയനും എന്നർത്ഥം. ഫേസ് ആൻഡ് മേർ ഐസോമേഴ്സ്. അപ്പോൾ അതോടുകൂടി ജോമെട്രിക്കൽ ഐസോമെറിസം തീർന്നു. ഇനി നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത ഒരു ഐസോമെറിസമാണ് ഒപ്റ്റിക്കൽ ഐസോമെറിസം. സത്യത്തിൽ ഈ ഒപ്റ്റിക്കൽ ഐസോമെറിസം എന്താണെന്ന് നിങ്ങളിവിടെ പഠിക്കാനില്ല. നിങ്ങൾക്ക് കോഓർഡിനേഷൻ കോമ്പൗണ്ടുകൾ കാണിക്കുന്ന ഒപ്റ്റിക്കൽ ഐസോമെറിസമാണ് പഠിക്കേണ്ടത്. ഈ ഒപ്റ്റിക്കൽ ഐസോമെറിസത്തിൻ്റെ ഡിഫറൻറ്റ് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കും. എങ്കിലും ഒരു മിനിമം കാര്യം പറഞ്ഞു തുടങ്ങാം. ഓപ്റ്റിക്കൽ ഐസോമേഴ്സ് സിസും ട്രാൻസിൻ്റെയും സ്ഥാനത്ത് നമ്മൾ പറയുന്നത് D ആൻഡ് L എന്നാണ്. D ഐസോമറും L ഐസോമറും, അല്ലെങ്കിൽ പ്ലസ് ഐസോമറും മൈനസ് ഐസോമറും. D എന്ന് പറഞ്ഞാൽ ഡെക്സ്ട്രോ എന്നും L എന്ന് പറഞ്ഞാൽ ലേവോ. ഡെക്സ്ട്രോ ലേവോ, LAEVO ആണ് കേട്ടോ, R അല്ല, V ആണ്, ലേവോ. ഡെക്സ്ട്രോ റൊട്ടേറ്ററിയും ലേവോ റൊട്ടേറ്ററിയും, അതാണ് ഡിയും എല്ലും. ഇനി നോക്കിക്കേ, എന്താണ് ഓപ്റ്റിക്കൽ ഐസോമെറിസം? മിനിമം ഞാൻ ഡെഫിനേഷനിലേക്ക് ഒന്നും കിടക്കുന്നില്ല, അതൊന്നും നമ്മുടെ ടോപ്പിക് ഓഫ് ഇൻട്രസ്റ്റ് അല്ല ഇപ്പോൾ. ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ, ഓർഗാനിക് നമ്മൾ എടുക്കും. ഓപ്റ്റിക്കൽ ഐസോമെറിസം, ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ഡിഫർ ഇൻ ദെയർ ആക്ഷൻ ടുവേഴ്സ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. നിങ്ങൾ ഫിസിക്സിൽ പഠിക്കുന്ന ഒരു ടേമാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. അതായത് ഒരേ വേവ് ലെങ്തും ഒരേ ഡിറക്ഷനിലും പോകുന്ന ലൈറ്റാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. നമ്മുടെ ഒരു മെഴുകുതിരിയിൽ നിന്ന് വരുന്ന വെട്ടം ഒരു സാധാരണ ഓർഡിനറി സോഴ്സ് ഓഫ് ലൈറ്റാണ്. അതിനെ ഒരു പ്രിസത്തിൽ കൂടി കടത്തി വിടുമ്പോഴാണ് നിങ്ങൾക്ക് എന്തുവാ പറയണേ ഒരു സാധാരണ പ്രിസത്തിലൂടെ കടത്തി വിടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിനെ പോളറൈസ് ചെയ്യപ്പെടും. അത് ഒരേ വേവ് ലെങ്ത് ആവും, പക്ഷേ പല ഡിറക്ഷനിൽ പോകും. എന്നാൽ നിക്കോൾ എന്ന് പറയുന്ന പ്രിസത്തിൽ കൂടെ കടത്തി വിടുമ്പോൾ പ്ലെയിനും പോളറൈസ് ചെയ്യപ്പെടും, ഒരേ വേവ് ലെങ്തും. അതായത് മെഴുകുതിരി ലൈറ്റ്, ചുമ്മാ ലൈറ്റ്, ഡിഫറൻറ്റ് വേവ് ലെങ്ത്, ഡിഫറൻറ്റ് ഡിറക്ഷൻ. ഒരു സാധാരണ പ്രസത്തിൽ കൂടി കടത്തി വിടുമ്പോൾ അതിൻ്റെ പേര് എന്താണ്? മോണോക്രോമാറ്റിക് ലൈറ്റാണ്. ഇതിൻ്റെ അർത്ഥം ഒരേ വേവ് ലെങ്തിലാക്കാം. മോണോക്രോമേ, ഒരേ വേവ് ലെങ്ത്, പക്ഷെ പല ഡിറക്ഷനിലായിരിക്കും. പക്ഷേ അത് നിക്കോൾ പ്രസത്തിൽ കൂടെ കടത്തി വിട്ടാൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഒരേ വേവ് ലെങ്തും ഒരേ ഡിറക്ഷനും. ആ ഒരു ടേം എന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം ഒപ്റ്റിക്കൽ ഐസോമെറിസം എന്ന് പറഞ്ഞാൽ പ്ലെയിൻ, ഇങ്ങനെ ഒരേ വേവ് ലെങ്തിലും ഒരേ ഡിറക്ഷനിലും വരുന്ന ലൈറ്റിൻ്റെ ട്രാക്കിൽ നീ ഒരു കോമ്പൗണ്ടിനെ വെച്ചാൽ ഈ കോമ്പൗണ്ട് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ചിലപ്പോൾ തിരിക്കുന്ന എങ്ങോട്ടാണ്? ഒന്നെങ്കിൽ വരുന്ന വഴിയിൽ നിന്ന് റൈറ്റിലോട്ട് തിരിക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് തിരിക്കാം. ഈ തിരിക്കാനുള്ള കഴിവിൻ്റെ പേരാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. ഫോർ ദ ടൈം ബീയിങ് അത്രയും മനസ്സിലാക്കിയാൽ മതി. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഈസ് ദ കപ്പാസിറ്റി ഓഫ് എ മോളിക്യൂൾ ടു റൊട്ടേറ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഐദർ ടുവേഴ്സ് റൈറ്റ് ഓർ ടുവേഴ്സ് ലെഫ്റ്റ്. ഇനി നോക്കിക്കുക ഡെഫിനേഷൻ. ഐസോമേഴ്സ് ഡിഫർ ഇൻ ദെയർ
action towards plane polarized light. The isomer that rotate the plane polarized light to the right is called dextro. പിടിയോ? റൈറ്റിലോട്ട് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലോട്ട് തിരിക്കുന്ന ഐസോമറിനെയാണ് ഡി ഐസോമർ, ഡെക്സ്ട്രോ അല്ലെങ്കിൽ പ്ലസ് എന്നും, ലെഫ്റ്റിലോട്ട് തിരിക്കുന്നതിനെ ലേവോ, LAEVO റൊട്ടേറ്ററി എൽ അല്ലെങ്കിൽ മൈനസ് ഐസോമർ എന്ന് പറയും. The D and L isomers are non-super imposable. ഇമ്പോസിബിൾ അല്ല, ഇമ്പോസിബിൾ. ഒന്നിൻ്റെ മുകളിൽ വയ്ക്കാൻ പറ്റാത്ത മിറർ ഇമേജസ് ആണ്. ആ വാക്കോടെ പറയാം, ഇമ്പോസ് ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങളുടെ ഇടത് കൈ വലത് കൈയുടെ മുകളിൽ ഇടത് കൈ വെച്ചേക്കുന്നത് പോലെ വെക്കാൻ പറ്റുമോ? ഇല്ല. അതിൻ്റെ പേരാണ് ഒന്നിൻ്റെ മിറർ ഇമേജാണ്. എന്നാൽ ഇടത് കൈയും വലത് കൈയും നേർക്കുനേർ വന്നാൽ ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. ഒന്നിൻ്റെ മിറർ ഇമേജ് പോലെ ഇരിക്കും. പക്ഷേ ഒന്നിൻ്റെ മുകളിൽ ആദ്യത്തേത് വെച്ചേക്കുന്ന പോലെ വെക്കാൻ പറ്റില്ല. ഇപ്പോൾ ഷൂസ് എടുത്ത് നോക്കി, ഷൂസ് അങ്ങനെയല്ല. ഒരു ഷൂവിൻ്റെ മുകളിൽ മറ്റേ ഷൂ ആദ്യത്തേത് വെച്ചതുപോലെ വെക്കാൻ പറ്റുമോ? ഇല്ല. ചില ഇംഗ്ലീഷ് ലെറ്ററുകൾ അങ്ങനെ. അപ്പോൾ മിറർ ഇമേജായി. അപ്പോൾ ഒപ്റ്റിക്കലായി ഇപ്പോൾ ഡിയും എല്ലും, ഒരു കോമ്പൗണ്ടിൻ്റെ ഡിയും എല്ലും അതിൻ്റെ ഒരേ നിറമാകാം, ഒരേ കെമിക്കലും ഫിസിക്കലും ഒക്കെ ആണെങ്കിലും ഒറ്റ കാര്യത്തിൽ വ്യത്യാസം കാണുള്ളൂ. ഒന്ന് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഇടത്തോട്ട് തിരിക്കുമ്പോൾ ഒന്ന് റൈറ്റിലോട്ട് തിരിക്കും. ഡെസ്ട്രോയും ലേവോയും ഇത്ര വ്യത്യാസമുള്ളൂ. കാര്യം പിടി കിട്ടിയോ? അപ്പോൾ ഇത്രയും ഈ ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് പറഞ്ഞ് ഞാൻ ഇത്രയും നേരം ചർച്ച ചെയ്തതിൽ നിന്നും നിൻ്റെ മനസ്സിൽ ഉയരേണ്ട ഒരു ആശയം ഇത്രയേ ഉള്ളൂ. ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് സിസും ട്രാൻസും പോലെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെ? ഡിയും എല്ലും. ഡി എന്ന് പറഞ്ഞാൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലോട്ട് തിരിക്കുന്നുവെന്നും, എൽ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ലെഫ്റ്റിലോട്ട് തിരിക്കുന്നുവെന്നും മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ഇനി എക്സാമ്പിൾ ഐസോമേഴ്സ് തീരാൻ പോവുക. എക്സാമ്പിൾ CO EN thrice 3+, CO Cl2 EN twice plus വരച്ചിട്ടുണ്ട്. നോക്കിക്കേ, ആദ്യത്തെ കേസ് നോക്കിക്കേ. CO EN thrice 3+, ഈ അയണ CO 3 EN ആണ്. EN ബൈതന്തേറ്റ. ഈ രണ്ട് ബോണ്ട് വെച്ച് ഇവിടെ 2 ബോണ്ട് തീർന്നു, ഇവിടെ 2 ബോണ്ട്, ഇവിടെ 2 ബോണ്ട്. ഇനി ഒന്ന് ഡി, ഒന്ന് ഏതാണ് ഡി ഏതാണ് എൽ എന്ന് നമുക്ക് പറയാം. നമുക്ക് അതിൻ്റെ താഴെ ഇങ്ങനെ എഴുതാനേ പറ്റുള്ളൂ. ഡി ആൻഡ് എൽ ഐസോമേഴ്സ്. അത് നമ്മൾ പിന്നീട് പഠിക്കും. ഡി ആൻഡ് എൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരാണ് എനാൻഷോമേഴ്സ്. നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പോൾ ഒന്ന് എഴുതി വെച്ചോ, ഡി ആൻഡ് എൽ ഐസോമേഴ്സ്. ഏതാണ് ഡി ഏതാണ് എൽ എന്ന് നമ്മൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിലൂടെ കടത്തി വിടണം. ഇനി വരയ്ക്കാൻ പഠിക്കുക എന്നുള്ളൂ. നമ്മളിവിടെ ഒരു മിറർ ഉണ്ടെന്ന് അങ്ങ് സങ്കല്പിക്കുക. ഇത് സങ്കല്പമാണ്, ഡോട്ടഡ് ലൈൻ വരച്ചേക്കണേ. ഇത് ഒരു ഐസോമറാണ്. ഇത് കണ്ണാടിയിൽ കണ്ടാൽ എങ്ങനെ വരയ്ക്കാം? ഇതുപോലെ തന്നെ വരയ്ക്കുമ്പോൾ കണ്ണാടിയിൽ ഇവിടെ ഉള്ളത് ഇവിടെ വരികയല്ലേ, ഇവിടെ ഉള്ളത് ഇവിടെ വരും. അപ്പോൾ ഇവിടെ കിടക്കുന്നത് ഇവിടെയും വരും. ഇത്രേ ഉള്ളൂ. ഇതാണ് ആദ്യത്തേതിൻ്റെ ഡി ആൻഡ് എൽ ഐസോമർ. രണ്ടതാണ് ഇതാ CO. ഇതിനെ നിങ്ങൾക്ക് പരിചയമുണ്ട്. നമ്മൾ ജോമെട്രിക്കൽ ഐസോമർസത്തിൻ്റെ അധികം എക്സാമ്പിൾ എടുത്തതാണ്. അതിൻ്റെ അകത്തെ ജോമെട്രിക്കൽ ഐസോമർസത്തിലെ ഇതിൻ്റെ സിസ് ഫോമാണിത്. ഉണ്ടോ? തൊട്ടടുത്ത ഇതിൻ്റെ സിസ് ഫോം ഓപ്റ്റിക്കലി ആക്റ്റീവാണ്. ഒപ്റ്റിക്കൽ ഐസോമർസം കാണിക്കുന്ന ട്രാൻസ് പറ്റിയല്ല. ട്രാൻസ് എന്ന് പറയുമ്പോൾ എന്തായാലും ഇതും ഇവിടെയും ചെയ്യല്ലേ, ഇവിടെയും ചെയ്യല്ലേ. അതിൻ്റെ മിറർ ഇമേജ് സെയിം ആയിരിക്കല്ലേ. ചിലപ്പോൾ അതൊക്കെ കുഞ്ഞു ചോദ്യമായിട്ട് ചോദിക്കാം. ഇതിൻ്റെ ട്രാൻസ് എന്തുകൊണ്ട് തരുന്നില്ലെന്ന് ചോദിച്ചാൽ നീ അറിഞ്ഞിരിക്കണം. ട്രാൻസ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഐസോമേഴ്സും തരാൻ പറ്റിയല്ല. കാരണം രണ്ടും ഒരുപോലെ ഇരിക്കും. മിറർ ഇമേജ് എടുത്താൽ സെയിമാണ്, വ്യത്യാസമില്ല. ഇവിടെയാണ് വരുന്നത്. അത് മിറർ ഇമേജ് എടുക്കുമ്പോൾ ഇവിടെയും വരും. കണ്ടോ? അപ്പോൾ നമ്മൾ ചിലപ്പോൾ നിങ്ങളോട് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ചോദിക്കാം, അല്ലെങ്കിൽ ഇത് തന്നിട്ട് ഇതിൻ്റെ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് വരയ്ക്കാൻ പറയാം. ഈ രണ്ടെണ്ണമാണ് ഓർത്തിരിക്കേണ്ടത്. ഇതിൻ്റെ സിസ്സാണ് കാണിക്കുന്നത് എന്നും ഇതിൻ്റെ ട്രാൻസ്, അതായത് ഈ കോമ്പൗണ്ട് ജോമെട്രിക്കൽ ഐസോമറിസവും ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ജോമെട്രിക്കൽ ഐസോമറിസം വരയ്ക്കാൻ പറഞ്ഞിട്ട് ഇതിലേതോ ഒന്ന് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുമെന്നും അത് വരയ്ക്കാനും ചോദിക്കാം. അപ്പോൾ പറയണം, നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു, ഈ കോമ്പൗണ്ട് എന്ത് കാണിക്കുന്നതാണ്? ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ MA2EN twice ടൈപ്പിൽ സിസ് ട്രാൻസ് ഐസോമറിസം കാണിക്കുന്നതാണ്. അതിൻ്റെ സിസ് ഐസോമർ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കും. അത് വരയ്ക്കാൻ ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം നന്നായി പഠിച്ചു കൊടുക്കുക. ഇതോടുകൂടി നമ്മൾ ആ ഐസോമറിസം മൊത്തം തീർന്നിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, ഞാനൊന്ന് പറയാം. നിങ്ങളുടെ കയ്യിൽ നോട്ടുണ്ടല്ലോ, ഞാൻ പുറകോട്ട് മിറർ കൊണ്ടുപോകുന്നില്ല, സ്ലൈഡ് കൊണ്ടുപോകുന്നില്ല. ജസ്റ്റ് ഒന്ന് ഓർക്കാൻ ഇത്രയും ഓർക്കുക. അല്ലെങ്കിൽ ആദ്യത്തെ സെക്ഷനിൽ കൊണ്ടുവച്ചാൽ ഐസോമറിസം നമ്മൾ പഠിച്ചത് സ്ട്രക്ചറൽ ഐസോമറിസം 4 പഠിച്ചു. സ്റ്റീരിയോ ഐസോമറിസം 2 ഉണ്ടെന്ന് കണ്ടു, ജോമെട്രിക്കലും ഒപ്റ്റിക്കലും.
ജോമെട്രിക്കൽ തന്നെ ഐസോമെറിസം കാണിക്കുന്നത് പ്രധാനമായും 2 സ്ട്രക്ചറാണെന്ന് കണ്ടു. ഏതൊക്കെയാണ്? സ്ക്വയർ പ്ലെയിനാറും ഒക്ടാഹെഡ്രലും കോംപ്ലക്സുകളാണ് കാണിക്കുന്നത്. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ തന്നെ 3 ടൈപ്പ് കാണിക്കും. ഒപ്റ്റിക്കൽ ഐസോമെറിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ കണ്ടു. ഒപ്റ്റിക്കൽ ഐസോമെറിസം 2 ടൈപ്പുണ്ട്, ഡിയും എല്ലും. അത് കാണിക്കുന്ന 2 ടൈപ്പ് കോമ്പൗണ്ട്, അതിൻ്റെ പ്രത്യേകതകൾ. ഇത്രയും കാര്യങ്ങൾ നന്നായി ഒന്ന് പഠിക്കുക. ഇതിലേതെങ്കിലും ഒരു സെഗ്മെൻറ്റ് നിങ്ങളോട് ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്കൊരു എക്സാമ്പിൾ ചോദിക്കാം കേട്ടോ. നന്നായി പഠിച്ചിരിക്കണം. ഓക്കെ ദെൻ ബൈ.